നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ ഇരട്ടി തീരുവയോടെ ചൈനയുമായി കൂടുതൽ അടുക്കാനാണ് ഇന്ത്യ സർക്കാരിന്റെ തീരുമാനം. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ച സ്വീകാര്യത ലോകം മുഴുവൻ ചർച്ചയാകുകയും ചെയ്തു. ഇതിനിടെ ഗാൽവാൻ വിഷയം അടക്കം ഉയർത്തി കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ അഭിപ്രായത്തിന് നേർവിപരീതമായ അഭിപ്രായവുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്തെത്തി. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ശശി തരൂർ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഭരിക്കുന്ന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെ അതിനനുകൂലിച്ചുകൊണ്ട് മറുപടി പറയുന്നത്. മുൻപ് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഇന്ത്യ എടുത്തിട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ പല പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സന്ദർശിച്ചപ്പോൾ അതിൽ ശശി തരൂർ പങ്കെടുത്തതടക്കം അവിടെ നിന്ന് തുടങ്ങിയ വലിയൊരു കോലാഹലം പിന്നീട് അത് എവിടെ ചെന്ന് അവസാനിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ശശി തരൂർ പിന്നീട് കുറച്ചു കാലത്തേക്ക് ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാതെയുമായിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടുകയാണ്. ഇന്ത്യ ചൈന നയതന്ത്ര ചർച്ചകളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് തരൂർ ഇക്കുറിയും കോൺഗ്രസിന് തലവേദന തീർത്തത്. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അത്യന്താപേക്ഷിതമായ ഒരു നടപടിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾ മറികടക്കാൻ ചൈനയുമായുള്ള ഭിന്നതകൾ പരിഹരിക്കുന്നത് ഇന്ത്യയെ സഹായിക്കുമെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. ഒരേ സമയം കൊണ്ട് വൻ ശക്തികളായ അമേരിക്കയും ചൈനയെയും പിണക്കി നിർത്തുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധത്തെയും തരൂർ സ്വാഗതം ചെയ്തു. ചൈനയുമായി അടുക്കുന്നതിനെ കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്ന സാഹചര്യത്തിലാണ് തരൂരിന്റെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് അനിവാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയെ പരിഹസിച്ചുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. ചൈനീസ് പ്രസിഡന്റിന് മുന്നിൽ ഭീരുവിനെ പോലെ താണു വണങ്ങിയെന്നും പാകിസ്ഥാൻ ചൈന ജുഗൽബന്ദി എന്ന് വിശേഷിപ്പിച്ചതിൽ മോദി മൗനം പാലിച്ചുവെന്നും കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ മേധാവി ജയറാം രമേശ് ആരോപിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയമായ ദുരന്തമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. ഇന്ത്യയുമായി വളരെ കുറച്ച് വ്യാപാരം മാത്രമാണ് അമേരിക്കയ്ക്കുള്ളതെന്നും എന്നാൽ അമേരിക്കയുമായി ഇന്ത്യ വൻതോതിൽ വ്യാപാരം നടത്തുന്നുണ്ടെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ഇന്ത്യ US ബന്ധം വഷളാക്കിയതിൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം. നേരത്തെ ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയ ട്രംപിന്റെ തീരുമാനത്തെ US ഹൌസ് വിദേശകാര്യ കമ്മിറ്റിയിലെ ഡെമോക്രാറ്റുകൾ വിമർശിച്ചിരുന്നു. ഇന്ത്യയെ തീരുവ ഭീഷണിയിലൂടെ ഒറ്റപ്പെടുത്തുകയാണെന്നും അമേരിക്കക്കാരെ വേദനിപ്പിക്കുകയാണെന്നും 2 പതിറ്റാണ്ടുകളായുള്ള US ഇന്ത്യ ബന്ധത്തെ ഇല്ലാതാക്കുന്നുവെന്നും അവർ വിമർശിച്ചിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ഏതായാലും കോൺഗ്രസ് അത്തരത്തിൽ പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം പലപ്പോഴും നല്ലതെന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു കുത്തിത്തിരിപ്പ് അതൊരു പതിവാണ്. ചൈനീസ് പ്രസിഡന്റിന് മുന്നിൽ ഭീരുവിനെ പോലെ താണു വണങ്ങിയെന്നും പാകിസ്ഥാൻ ചൈന ബന്ധം അതൊരു ജുഗൽബന്ദി എന്ന് വിശേഷിപ്പിച്ചതിൽ മോദി മൗനം പാലിച്ചുവെന്നായിരുന്നു പ്രധാനമായിട്ടും ഉയർന്നു വന്ന ആരോപണം. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുമ്പോഴാണ് അതിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് തരൂർ തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതാണിപ്പോൾ വലിയ കോലാഹലങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചിരിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ പല കാര്യങ്ങളിലും രാജ്യം എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെ അതിനെ സപ്പോർട്ട് അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇപ്പോഴും ശശി തരൂരും പറഞ്ഞിട്ടുള്ളത്. അത് ഇത്തരത്തിൽ കേരളത്തിലുള്ള നേതാക്കൾക്കിടയിലാണെങ്കിലും അല്ലെങ്കിൽ ഹൈക്കമാൻഡിലുള്ള നേതാക്കൾക്കാണെങ്കിലും ചെറിയൊരു തലവേദനയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ തരൂർ BJPയിലേക്ക് പോകും, ഉന്നത സ്ഥാനം അവിടെ തരൂരിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ തരൂരിന് പോലും കോൺഗ്രസെ മടുത്തു. അതുകൊണ്ട് അദ്ദേഹം BJPയിലേക്ക് പോകുമെന്നുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. പിന്നീട് കുറച്ചു കാലത്തേക്ക് പല വേദികളിലും തരൂർ ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എടുത്തിട്ടുള്ള നിലപാടിനെ അനുകൂലിച്ചുകൊണ്ടോ ഒന്നും തന്നെ പറയാതായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഇത്തരത്തിലൊരു ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അതിനെ വിമർശിച്ചുകൊണ്ട് വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് തരൂർ അതിനെ അനുകൂലിച്ചുകൊണ്ട് വരുന്നത്. ഇതും വീണ്ടും കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേകിച്ച് ഹൈക്കമാൻഡിലുള്ള പല മുതിർന്ന നേതാക്കൾക്കും വീണ്ടും ഒരു തലവേദനയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്.